ഈ ഗവർണർ ചുമതലയേറ്റതിന് ശേഷം 9 വിധികളാണ് ഇദ്ദേഹത്തിനെതിരെ കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ 9 കാര്യവും ഞാൻ ഓരോന്നായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. 9 കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 9 എന്ന് പറഞ്ഞാൽ വിടുകയാണ്. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ 11 സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കുന്നതിനെതിരെ ആദ്യത്തെ കോടതി വിധി. സാങ്കേതിക സർവകലാശാല ഇടക്കാല VC-ആയി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ വിധി, കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മൂന്നാമത്തെ വിധി, വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണവും കമ്മിറ്റി കൺവീനറുടെ നിയമനവും ഹൈക്കോടതി റദ്ദാക്കി. നാലാമത്തെ വിധി, നിയമസഭ പാസാക്കിയ ബില്ലുകൾ തീരുമാനമെടുക്കാൻ വൈകിയ കേരള ഗവർണർക്കെതിരെ സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനം. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളായി 4 ABVP പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. 6 സർവകലാശാലകളിൽ സർവകലാശാല പ്രതിനിധികളില്ലാതെ ചാൻസലർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി കോടതി സ്റ്റേ ചെയ്തു. സർവകലാശാലകളിലേക്കുള്ള VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം ഹൈക്കോടതി റദ്ദാക്കി. 3 സർവകലാശാലകളിലുള്ളത്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാൻ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഗവർണർക്കെതിരായിട്ട് വന്ന 9 ഹൈക്കോടതി സുപ്രീം കോടതി പരാമർശങ്ങളും വിധിയുമാണ് ഉണ്ടായിരുന്നത്.